PV അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി PV അൻവർ നൽകിയ ഒരു സെറ്റ് പത്രികയാണ് തള്ളിയത്. ഇതോടെ അൻവറിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല. എന്നിരിക്കലും അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മറ്റൊരു സെറ്റ് പത്രിക കൂടി അദ്ദേഹം നൽകിയിരുന്നു. തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ല എന്നത് ഇന്നലെ തന്നെ ചില പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പത്രിക തള്ളിയത് എന്നാണ് അറിയുന്നത്. TMC സ്ഥാനാർത്ഥിയായി അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്നാണ് ഭരണാധികാരി അറിയിച്ചത്. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് പത്രിക തള്ളിയത് എന്നാണ് ഇപ്പോൾ ആദ്യ വിവരം ലഭിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ 10 പേർ ഒപ്പിടണമായിരുന്നു. എന്നാൽ അത് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നാമനിർദ്ദേശക പത്രിക തള്ളിയിരിക്കുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം പത്രികയിന്മേൽ കൂടുതൽ ചർച്ചകൾ നടന്നു വരുന്നു എന്നുള്ളൊരു വിവരവും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകില്ല എന്ന് തന്നെയാണ് ഉറപ്പായിരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവന്ന് നിലമ്പൂരിൽ കൊണ്ടുവന്ന് പ്രചരണം നടത്താനുള്ള അൻവറിന്റെ നീക്കങ്ങൾ കൂടിയാണ് ഇതോടെ പാളിയിരിക്കുന്നത്. അവസാന നിമിഷം മമതാ ബാനർജിയെ നിലമ്പൂരിൽ എത്തിക്കുകയും നിലമ്പൂരിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മമതയെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ചെയ്താൽ ഒരു കൊടുങ്കാറ്റുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച അൻവറിനാണ് പാളിയത്. മമത നരേന്ദ്രമോദിക്കെതിരെ പോരാടുന്നവരുടെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനായിരുന്നു അൻവറിന്റെ നീക്കം മുഴുവൻ. മമത ബംഗാളിലാണെങ്കിലും 30% വരുന്ന മുസ്ലിം സമുദായത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള ഒരു നേതാവെന്ന നിലയിലും പ്രചരണം നടത്താനും നിലമ്പൂരിൽ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം നടത്താനുമുള്ള ഒരു നീക്കത്തിലായിരുന്നു അൻവർ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം തവിടുപൊടിയായിരിക്കുന്നു. മമതയുടെ ഒരു പേര് പോലും പറയാൻ അവകാശമില്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ അങ്ങനെ മാറുകയാണ്. സത്യത്തിൽ തൊട്ടതെല്ലാം പിഴക്കുകയാണ് അൻവറിനിപ്പോൾ. പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബം അടക്കമുള്ള ഉപജാപക സംഘങ്ങളെയും ഒക്കെ തുറന്നു കാട്ടാനും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാനും ആദ്യം അൻവറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് പ്രതിപക്ഷത്തോടും അതേ ധാർഷ്ട്യം തന്നെ തുടർന്നതോടുകൂടി അൻവർ താഴോട്ട് പോകാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യം പോയ DMK അവരെ സ്വീകരിച്ചില്ല. അതോടെ തൃണമൂൽ കോൺഗ്രസിൽ ചേരാനാണ് തീരുമാനിച്ചത്. ഈ നിമിഷം വരെ അതും നടന്നില്ല. UDFന്റെ പിന്തുണയും ഘടകകക്ഷിയും ഒക്കെ ആകുമെന്നൊക്കെയുള്ള തൻ്റെ തീരുമാനം അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം പോലും നടക്കാതെ വന്നത് തൻ്റെ നാവുകൊണ്ട് തന്നെയാണ് ഇല്ലാതായത് എന്ന് അദ്ദേഹം ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. അവസാനം തൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഇതിനുള്ള മറുപടി തരുമെന്നും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി താൻ ജയിക്കുമെന്നുമുള്ള അൻവറുടെ ആത്മവിശ്വാസം ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോലും ആകാൻ PV അൻവറിന് കഴിയില്ലെന്ന് വ്യക്തമായതോടെ പ്രവർത്തനവും മുന്നോട്ടുള്ള കുതിപ്പും ഉള്ള സാധ്യത നഷ്ടപ്പെട്ടു അൻവറിന് എന്ന് തന്നെ പറയാം.